ഹായ് ഡിയേഴ്സ്, നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു അടയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നത്. അപ്പം ഇത് ഞാൻ ചെമ്മീൻ വെച്ചിട്ടാണ് ഈ അട തയ്യാറാക്കുന്നത്. വളരെ സ്പൈസിയും നല്ല സോഫ്റ്റും ടേസ്റ്റും ആയിട്ടുള്ള ഒരു അടയാണ് കേട്ടോ. അപ്പോൾ ചെമ്മീൻ വാങ്ങുന്ന സമയത്ത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പം അട തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് പത്തിരിപ്പൊടിയാണ് കേട്ടോ എടുത്തത്. വളരെ കുറഞ്ഞ അളവിലാണ് ഞാനിപ്പോൾ ചെയ്ത് കാണിക്കുന്നത്. ഈ ഒരു ഗ്ലാസ്സിന് 1 ഗ്ലാസ് പൊടിയാണ് കേട്ടോ എടുത്തത്. അപ്പം 3 ഗ്ലാസ് വെള്ളം ഞാനവിടെ തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. അത് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെയാണ് ഇതിൽ ആവശ്യമുള്ള സാധനങ്ങൾ നോക്കാം. ഈ ഒരു ബൗളിൽ ചെറിയുള്ളിയാണ് കേട്ടോ എടുത്തത്. പിന്നെ 1/4 കിലോ ചെമ്മീനുണ്ട്, 2 തക്കാളി, ഒരു 12ഓളം വെളുത്തുള്ളി, ഒരു പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ അല്പം കറിവേപ്പില. പിന്നെ മസാലപ്പൊടികളുടെ അളവ് ഞാനത് ചേർക്കുന്ന സമയത്ത് പറയാം കേട്ടോ. ആ സമയം കൊണ്ട് നമ്മുടെ വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട്. ഇത് മാവിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഈ സമയത്ത് നമുക്ക് കൈവച്ച് കുഴയ്ക്കാൻ പറ്റില്ല. അപ്പം ഇതിലേക്കുള്ള ഉപ്പും കൂടെ ചേർത്തിട്ടാണ് കേട്ടോ വെള്ളം തിളപ്പിക്കാൻ വെച്ചത്. അപ്പം ഇത് ചൂടൊന്ന് കുറഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പം അത് അവിടെ ഇരിക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ചെമ്മീൻ മസാല തയ്യാറാക്കാം. അപ്പം ഞാനിപ്പോൾ ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടായതിന് ശേഷം നമുക്ക് 2 സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കുക, അതാണ് കൂടുതൽ ടേസ്റ്റ്. അതിലേക്ക് പച്ചമുളക് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചത് ചേർക്കാം. പിന്നെ കറിവേപ്പില ചേർക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചെടുക്കണം, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചെറിയുള്ളി ഒന്ന് നീളത്തിലൊന്ന് അരിഞ്ഞതും കൂടെ ചേർക്കാം. എന്നിട്ട് ഇത് 2 മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് ഉപ്പ് ചെന്ന് ചേർത്ത് കൊടുക്കാം. ഉപ്പും പിന്നെ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് വരുന്നവരെ വഴറ്റണം. ഇതുപോലെയാണ് കേട്ടോ വേണ്ടത്. ഇങ്ങനെ ആയതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തക്കാളി ഒന്ന് മുറിച്ച് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് 1 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ ചേർക്കുന്നത്. പിന്നെ നിങ്ങളുടെ എരിവിനനുസരിച്ച് മാറ്റം വരുത്താം. പിന്നെ 1 ടീസ്പൂൺ ഗരം മസാലയാണ് ചേർത്തത്. എന്നിട്ട് ഇതെല്ലാം കൂടെ മസാലയുടെ പച്ചമണം മാറി വരുന്നവരേക്കും നമുക്കിതൊന്ന് 2-3 മിനിറ്റ്, ഏകദേശം ഒരു 2-3 മിനിറ്റ് നമുക്ക് ഇതൊന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം ഈ തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ഒരു 2-3 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പം ഈ സമയത്ത് ഈ മസാലയുടെ ടേസ്റ്റ് ഒന്ന് നോക്കുക. ഉപ്പും എരിവൊക്കെ കുറവുണ്ടെങ്കിൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചെമ്മീൻ ചേർക്കാം. ഞാനിപ്പം വലിയ ചെമ്മീൻ ആയതുകൊണ്ട് ഒരു ചെമ്മീനെ 2-3 കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ മസാലയൊക്കെ ചെമ്മീനിൽ പിടിക്കുന്ന പോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഏകദേശം ഒരു 1/4 ഗ്ലാസോളം വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ. വളരെ കുറഞ്ഞ അളവിൽ മാത്രം വെള്ളം മതി. ഇത് വേവാനുള്ള വെള്ളം മാത്രമാണ് കേട്ടോ. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഒരു 5-7 മിനിറ്റ് നമുക്കിതൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ചെമ്മീന് അധികം വേവില്ല, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഒരു 5 മിനിറ്റിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം. എന്നിട്ട് ഒരു ചെമ്മീൻ കഷ്ണങ്ങൾ എടുത്ത് നോക്കുക, വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഒന്നും കൂടി ഒന്ന് വേവാനുള്ളത് പോലെ തോന്നി. അപ്പോൾ ഞാൻ 2 മിനിറ്റും കൂടെ വെക്കുകയാണ്. അപ്പം 2 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ചെമ്മീനൊക്കെ ഒന്ന് നോക്കാം.
എങ്ങനെ വെന്തിട്ടുണ്ടോ എന്ന്. അപ്പം ഞാനിപ്പോൾ നോക്കിയപ്പം ചെമ്മീനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അല്പം മാത്രം ഒരു വെള്ളം ഒരു ഗ്രേവി ഉള്ളതുപോലെ തോന്നി. അപ്പം ഒരു 2 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം കേട്ടോ. അപ്പം വെള്ളത്തിൻ്റെ അംശമൊക്കെ എന്തായാലും അത് നന്നായിട്ട് ഡ്രൈ ആയി വരും. അപ്പോൾ ഇതാ നമ്മുടെ മസാല ഇവിടെ റെഡിയായി. അപ്പോൾ നമുക്കതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ആ സമയം കൊണ്ട് ഞാൻ ആ മാവ് കുഴച്ച് ഇതുപോലെ ഉരുളകളാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനിപ്പം ഈ സൈസിലാണ് എടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വളരെ ചെറുതും ആക്കി എടുക്കാം കേട്ടോ. ഞാൻ പിന്നെ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തതെന്നേ ഉള്ളൂ. എന്നിട്ട് ഒരു വാഴയിലയിൽ നമുക്ക് ഈ ബോളൊന്ന് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മേലെ ഒരു വാഴയില വെച്ചിട്ട് ഒരു പ്ലേറ്റ് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈവൺ ആയിട്ട് നല്ലതായിട്ട് റൗണ്ടായിട്ട് കിട്ടും. ഇനി കൈവച്ച് പരത്തി എടുക്കുന്നവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ. എന്തായാലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ നമ്മൾ പരത്തി വെച്ചിരിക്കുന്ന ആ മാവിലേക്ക് നമുക്ക് മസാല ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. സൈഡൊക്കെ നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കാം കേട്ടോ. മസാലയൊന്നും പുറത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ 4ഉം ഇതേപോലെ ചെയ്തെടുത്തു. അതിനുശേഷം ഞാൻ ഇങ്ങനെയൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മുടെ ഇഡ്ഡലി പാത്രത്തിൽ വെക്കാനുള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തത്. അപ്പം ഇഡ്ഡലി പാത്രത്തിൽ ഞാൻ വെള്ളം വെച്ച് തിളയ്ക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇതിൻ്റെ മേലെ നമുക്ക് ഇതേപോലെ ഒരു തട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് അട വയ്ക്കാനുള്ള ഈസി ആയിരിക്കും. അപ്പോൾ ഞാനിവിടെ 4 അടയും വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊരു 10 മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പം 10 മിനിറ്റായി. നമ്മുടെ അട ഇവിടെ റെഡിയായി കേട്ടോ. നമ്മൾ തുറന്ന് നോക്കിയിട്ട് ഒന്ന് എടുത്ത് നോക്കുക. അപ്പം നിങ്ങൾക്ക് ശരിയായിട്ട് മനസ്സിലാവും. അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ അട. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പം അടുത്ത വീഡിയോയിൽ നമുക്ക് ഉടനെ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.